ഹായ് ഓൾ, ടെക്സാസിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിവെറ്റഡ് ജോയിൻസിനെ പറ്റിയിട്ടാണ്. റിവെറ്റഡ് ജോയിൻസ്. ഈ ഫിഗർ നോക്കിയാൽ ഇതൊരു പഴയ ഒരു എയ്റോപ്ലെയിനിൻ്റെ ബോഡി പാർട്ടാണ്. റിവെറ്റഡ് ജോയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റിവെറ്റ് എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ഷീറ്റ്, നമ്മുടെ റൂഫിംഗ് ഷീറ്റുകളും അല്ലാതെ തന്നെ നമ്മുടെ എന്താണ് പാർട്ടീഷൻസ് ഒക്കെ നമ്മൾ മെറ്റലിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു റിവെറ്റിംഗ് ഗൺ ഉപയോഗിച്ച് ഈ റിവെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് പഴയ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എയ്റോപ്ലെയിനിലും ഷിപ്പിലും ഒക്കെ ഇപ്പോഴും പല പഴയ എയ്റോപ്ലെയിനുകൾ ഇപ്പം വർക്ക് ചെയ്യുന്ന പല എയ്റോപ്ലെയിനുകളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ റിവെറ്റഡ് ജോയിൻസ് കാണാം. അപ്പോൾ എയർഫോഴ്സിന്റെ ഒക്കെ പഴയ യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ അതിനെല്ലാത്തിനും ഉണ്ടായിരുന്നത് ജോയിൻസ് എന്ന് പറയുന്നത് റിവെറ്റഡ് ജോയിൻസ് ആണ്. അപ്പോൾ എന്താണ് റിവെറ്റഡ് ജോയിൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മെറ്റലിനെ ജോയിനിങ് ചെയ്യുന്ന ഒരു ജോയിനിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവെറ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന റിവെറ്റഡ് ജോയിൻസ് ആണ്. അതായത് വെൽഡിംഗ് ഒക്കെ വരുന്നതിന് മുൻപേ നമ്മൾ മെറ്റൽ പീസുകളെ ജോയിൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് റിവെറ്റിംഗ് എന്നും ആ ജോയിൻസിനെ നമ്മൾ റിവെറ്റഡ് ജോയിൻസ് എന്ന് പറയും അല്ലെ. അപ്പോൾ മെറ്റൽ പീസുകളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോയിൻ ചെയ്യാം. അത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിൽ നമ്മളിവിടെ ജോയിൻ ചെയ്തേക്കണം, ആടിപ്പിച്ചും സിക്സാക് മോഡലിലും അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവെറ്റഡ് ജോയിൻസുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് റിവെറ്റഡ് ജോയിൻസ്, എത്ര തരം റിവെറ്റഡ് ജോയിൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിവെറ്റഡ് ജോയിൻസ് എന്ന് പറയുമ്പോൾ റിവെറ്റ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മെറ്റൽ പീസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സിലിണ്ടറിക്കൽ ബാറാണ്. നമുക്ക് ഇവിടെ ഫിഗറിൽ കാണും പോലെ ഒരു ഷോർട്ട് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ബാറാണ്. ഇതിന്റെ ടെയിൽ എൻഡ് ഉണ്ട്, ഹെഡ് എൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പാർട്ട് നമ്മൾ ബോഡി എന്ന് പറയും. ദെൻ ലോവർ പോർഷനെ നമ്മൾ ടെയിൽ എന്ന് പറയും, മുകളിലുള്ളതിനെ ഹെഡ് എന്ന് പറയും. Okay, rivets are used to make permanent fastening between the plates such as in structural work, shipbuilding, bridges, tank, boiler shell, aeroplane. ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഒരു പെർമനന്റ് ആയിട്ട് ജോയിനിങ് ചെയ്യുന്ന മെറ്റൽ പാർട്സിനെ ജോയിനിങ് ചെയ്യുന്ന ഒരു മെറ്റൽ പീസിനെയാണ് നമ്മൾ റിവെറ്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ റിവെറ്റിംഗ് എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ മുകളിലൊരു ഹെഡ് ഉണ്ട്. അപ്പൊ ഈ ഷാങ്ക് അല്ലെങ്കിൽ ബോഡിയാണ് രണ്ട് മെറ്റലിന്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെ, ഹോൾ ഇട്ട് അതിൻ്റെ ഇടയിൽ വെക്കുന്നു. എന്നിട്ട് ഈ ടെയിലിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ച് രണ്ട് സൈഡും ഹെഡ് ആക്കുന്നു. ഇതാണ് റിവെറ്റഡ് ജോയിൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതൊരു മെറ്റൽ പീസ്, ഇത് വേറൊരു മെറ്റൽ പീസ്. അപ്പൊ ഈ രണ്ട് മെറ്റൽ പീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് മെറ്റൽ പീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് രണ്ടും നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ഹോൾ ഡ്രിൽ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിവെറ്റ് എന്ന് പറയുന്ന മെറ്റൽ പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. ഓക്കെ, ഇനി ഒരു സൈഡ് ഓൾറെഡി ഹെഡ് ഷേപ്പ് അല്ലെ, ബൾജ് ഹെമിസ്ഫിയർ സൈസിൽ ഒരെണ്ണം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഒരു ഡൈക്കകത്ത് ഓൾറെഡി അതിനിപ്പോൾ ബേക്കിംഗ് ബാർ എന്നാണ് പറയുന്നത്, ഡൈ പോലെ തന്നെ ആ ഷേപ്പിലാണ് അതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ടെയിൽ പാർട്ട് ഇപ്പുറത്ത് വന്നു. അപ്പൊ ടെയിൽ പാർട്ടും കൂടെ അതേ ഹെഡിന്റെ ഷേപ്പിലാകാൻ വേണ്ടി അതേ പോലെയാണ് ഡൈ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് മുകളിൽ നിന്ന് നമ്മൾ ഹാമർ ഇട്ട് പ്രസ് ചെയ്യോ അല്ലെങ്കിൽ ന്യൂമാറ്റിക്കോ ഹൈഡ്രോളിക് പ്രസ്സോ എന്തെങ്കിലും വെച്ച് നമ്മളതിനെ താഴേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയും എന്ത് തന്നെ ഉണ്ടാകും, ആ ഹെഡ് തന്നെ ഉണ്ടാവും. പിന്നെ കോൺട്രാക്ഷൻ കാരണം മെറ്റലിന്റെ കോൺട്രാക്ഷനും കാരണം എന്ത് സംഭവിക്കുന്നു, ഇത് ആ ഹോള് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റൻ ചെയ്ത് ഇരിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ഇതാണ് റിവെറ്റഡ് ജോയിൻസ് എന്ന് പറയുന്നത്. നോക്കിയ പലതരത്തിലുള്ള റിവെറ്റഡ് ഹെഡ്സ് ഉണ്ട് അല്ലെ. നമ്മൾ പല സ്നാപ്പ് ഹെഡ് എന്ന് പറയും. നമ്മളിപ്പോൾ ആദ്യം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയുള്ള സ്നാപ്പ് ഹെഡാണ്. ഒരു ഹെമിസ്ഫെറിക്കൽ ആയിട്ടുള്ള ഹെഡാണ്. പിന്നെ ഇതിനെ പാൻ ഹെഡ് എന്ന് പറയും. ഇത് സ്നാപ്പ് ഹെഡിനെക്കാളും അല്പം കൂടെ വിഡ്ത്ത് വരുന്നത് കൊണ്ട് അല്ലെ, അതിനെ നമ്മൾ മഷ്റൂം ഹെഡ് എന്ന് പറയും. ദെൻ കൗണ്ടർ സങ് ഹെഡ് ഉണ്ട്, 120 ഡിഗ്രിയുടെ കൗണ്ടർ സങ് ഹെഡ് ഉണ്ട്.
then flat countersunk head ഉണ്ട്, then 90 degree, flat countersunk head 60 degree, round countersunk head 60 degree, flat head സാധാ ഫ്ലാറ്റ്, ഇങ്ങനെ പല എന്താണ് റിവറ്റഡ് ഹെഡ്സുകളുണ്ട്. പല തരത്തിലുള്ള ഹെഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോന്നും വളരെ എന്താണ് ഡിസൈനിനനുസരിച്ചും യൂസിനനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സ്നാപ്പ് ഹെഡ്, എലിപ്സോയിഡ് ഹെഡ്, പാൻ ഹെഡ് ടൈപ്പ് 1, pan head type 2, okay, then pan head with the tapered neck, tapered ആയിട്ടുള്ള neck ഉള്ളത്, conical shape head, conical head, countersunk head, round countersunk head, steeple head. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഹെഡുകൾ നമ്മൾ റിവറ്റഡ് ജോയിൻസ് ഇതിലുണ്ട്. റിവറ്റിന് പലതരത്തിലുള്ള ഹെഡുകളുണ്ട്. Now important terms used in riveted joints, അതായത് ടെർമിനോളജീസ്. ഇപ്പോൾ ഫസ്റ്റ് വണ് പിച്ച് എന്ന് പറയും. പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് വൺ റിവറ്റ് ടു ദി സെന്റർ ഓഫ് നെക്സ്റ്റ് റിവറ്റ് മെഷേർഡ് പാരലൽ ടു ദി സെയിം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിച്ച് കണ്ട ഒരു റിവറ്റിന്റെ സെന്ററിൽ നിന്നും മറ്റേ റിവറ്റിന്റെ സെന്റർ വരെയുള്ള ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്വേഴ്സ് പിച്ച് അല്ലെങ്കിൽ ബാക്ക് പിച്ച്, ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെന്റർ ലൈൻസ് ഓഫ് ദി സക്സസീവ് റോസ്. ട്രാൻസ്വേഴ്സ് പിച്ച് അല്ലെങ്കിൽ ബാക്ക് പിച്ച്, ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ലൈൻസ് ഓഫ് എ സക്സസീവ് റോസ്. ദെൻ ഡയഗണൽ പിച്ച്. ഡയഗണൽ പിച്ച് എന്ന് പറയുന്നത് ഈ സിക്സാഗ് മോഡലിലൊക്കെ നമുക്ക് സിക്സാഗ്, ഇപ്പൊ നമ്മൾ ഇതിൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ മറ്റത് സിക്സാഗ് മോഡൽ. സിക്സാഗ് മോഡലിലൊക്കെ ആണെങ്കിൽ it is the distance between the center of rivets in adjacent row of zigzag riveted diagonal ആയിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് എന്താണ് ഇവിടെയും ഇവിടെയും ഇങ്ങനെ നമ്മൾ ഡയഗണൽ ആയിട്ട് ഇരിക്കുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ പിച്ച്. അപ്പോൾ സെന്ററിൽ നിന്നും മറ്റേ സെന്ററിലേക്ക് മറ്റേ നമ്മൾ നേരത്തെ പോലെ പാരലൽ അല്ല, ഇത് ഡയഗണൽ ആയിട്ട് നോക്കുന്നതിനെ നമ്മൾ ഡയഗണൽ പിച്ച് എന്ന് പറയും. ഓക്കെ, ദെൻ മാർജിൻ. മാർജിൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെന്റർ ഓഫ് ദി റിവറ്റ് ഹോൾ ടു ദി നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്. അതിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു പ്ലേറ്റ് ആണ്, ഇതൊരു പ്ലേറ്റ് ആണ്. അപ്പൊ ആ പ്ലേറ്റിന്റെ അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് റിവറ്റിന്റെ സെൻട്രൽ ലൈൻ കണ്ടോ, ആ സെന്ററിൽ നിന്നും ആ എഡ്ജ് വരെയുള്ളതിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്, എം. ഓക്കെ, അപ്പൊ മാർജിന് സാധാരണ നമ്മൾ എടുക്കുന്നത് ഇറ്റ്സ് ടേക്കൺ ആസ് 1.5 into d, അതായത് ഡയമീറ്റർ ഓഫ് ദി ഹോൾ. ഹോളിന്റെ ഡയമീറ്റർ 1.5 into d ആണ് നമ്മൾ സാധാരണ മാർജിൻ ആയിട്ട് എടുക്കുന്നത്. ഇനി റിവറ്റ് ഹോള് നമുക്ക് അറിയണം അല്ലെ, അതായത് മെറ്റൽ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് പ്ലേറ്റ്, ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ രണ്ട് പ്ലേറ്റ് വെക്കും. ഈ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ ഏതാണ് രണ്ട് മെറ്റൽ പീസ്, ആ മെറ്റൽ പീസ് നമ്മളാണ് വെൽഡ് ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ റിവറ്റ് ഹോൾ അടിച്ച് അതിൻ്റെ അകത്ത് റിവറ്റ് കയറ്റിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ആ തിക്നെസ്, പ്ലേറ്റിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പം ഇപ്പോൾ തിക്നെസ്, അപ്പോൾ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഒരു പ്ലേറ്റിന്റെ തിക്നെസ് ടി ആണെങ്കിൽ ഓക്കെ, ദെൻ ഡയമീറ്റർ വിൽ ബി d is equal to 6 into root t. ഓക്കെ, അതായത് ഈ ഒരു ഇക്വേഷൻ വരുന്നത് ടി എന്ന് പറയുന്നത് 8 mm മുകളിൽ തിക്നെസ് ഉള്ള പ്ലേറ്റ് ആണെങ്കിൽ ഒരു പ്ലേറ്റ് എന്താണ് 8 mm മുകളിൽ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്, അൺവിൻസ് ഫോർമുല എന്ന് പറയും, എംപിരിക്കൽ ഫോർമുല, അൺവിൻസ് UNWIN, അൺവിൻസ് എംപിരിക്കൽ ഫോർമുല ആയിട്ടുള്ള d is equal to 6 root t, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെർമിനോളജീസ്, ഇത്രയേ ഉള്ളൂ. പിച്ച്, ട്രാൻസ്വേഴ്സ് പിച്ച്, ഡയഗണൽ പിച്ച്, മാർജിൻ അല്ലെങ്കിൽ മാർജിനൽ പിച്ച് എന്ന് പറയും. ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിന്റ്സ്, രണ്ട് ജോയിന്റ്സുകളാണ് സാധാരണ ഉള്ളത്. ഒന്ന് ലാപ്പ് ജോയിന്റ്, ഒന്ന് ബഡ് ജോയിന്റ്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഒന്നിന്റെ മണ്ടയിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു, ഒരു പ്ലേറ്റിന്റെ മണ്ടയിൽ വേറൊരു പ്ലേറ്റ് ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇതിനെ ലാപ്പ് ജോയിന്റ് എന്ന് പറയും. ബഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അല്ലെ, അത് മുകളിലല്ല, ഓവർലാപ്പ് അല്ല, രണ്ടും അലൈൻ ചെയ്തതിന് ശേഷം, ടച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ മുകളിൽ നമ്മളൊരു സ്ട്രാപ്പ് വെക്കുന്നു, സ്ട്രാപ്പ് അല്ലെങ്കിൽ കവർ പ്ലേറ്റ് വെക്കുന്നു. കണ്ടോ, ഇത് രണ്ടും
വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ജോയിൻ ചെയ്യണ്ടേ? ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി എന്താണ്, മുകളിലും താഴെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഈസ് പ്ലേസ്ഡ് സ്ട്രാപ്പ് അല്ലെങ്കിൽ കവർ പ്ലേറ്റ് എന്ന് പറയും. ഈസ് പ്ലേസ്ഡ് എയ്തർ ഓൺ വൺ സൈഡ് ഓർ ഓൺ ദി ബോത്ത് സൈഡ്സ് ഓഫ് ദി മെയിൻ പ്ലേറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കവർ പ്ലേറ്റ് ഉൾപ്പെടെ മെയിൻ പ്ലേറ്റിലേക്ക് എന്താണ് ഹോൾ അടിച്ചതിന് ശേഷം നമ്മൾ റിവെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ബട്ട് ജോയിന്റ്, ഇത് ലാപ്പ് ജോയിന്റ്. ഇനി ഡിഫറെന്റ് ടൈപ്സ്, ഇതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇത് സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ്. ഇത് ലാപ്പ് ജോയിന്റ് ആണെന്ന് കണ്ടാൽ അറിയാം, ഒന്നിന് മുകളിലാണ് ഒന്നിരിക്കുന്നത്. സിംഗിൾ ആയിട്ട് ഓരോന്ന് ഇത്ര ഡിസ്റ്റൻസ് വിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിസ്റ്റൻസ് നമ്മൾ പിച്ച് ലോജിറ്റ്യൂഡിൽ പിച്ച്, അപ്പൊ അത്രയും ഡിസ്റ്റൻസ് വിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയമീറ്റർ ഹോൾ അടിച്ച് നമ്മൾ റിവെറ്റ് ചെയ്ത് പോകുന്നത് സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ്. ലാപ്പ് ജോയിന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, സിംഗിൾ ആയിട്ട് അടിച്ചടിച്ച് പോകുന്നു. രണ്ടാമത് വന്നിട്ട് എന്താണ്, ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ്. ഇവിടെ ലാപ്പ് ജോയിന്റ് തന്നെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 റോ ആയിട്ട് അടിക്കുന്നു. അല്ല, അതിന് നമ്മൾ പറയുന്നത് എന്താണ്, അതിന് നമ്മൾ ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ് എന്ന് പറയും. ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ്. ഇതും ലാപ്പ് ജോയിന്റ് തന്നെ, ഡബിൾ റിവെറ്റഡ് ആണ്, പക്ഷെ എന്താണ്, 6 സാഗ് ആണ്, നേരെയല്ല വരിക. നോക്കിയേ, 6 സാഗ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സാഗിലായിട്ടാണ്. അതായത് ഇത് രണ്ടിന്റെ നടുക്കായിട്ട് അല്ലെ, നമ്മൾ ഒരെണ്ണം നമ്മൾ നേരത്തെ പോലെ സിംഗിൾ റിവെറ്റഡ് സാധാ അടിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലായിരിക്കും മറ്റത് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്തായി, 6 സാഗായി. കണ്ട, ഇത് ഈ ഡിസ്റ്റൻസ് ആണ് ഡയഗണൽ പിച്ച്. കണ്ട, PD ഡയഗണൽ പിച്ച്, ഇത് PD ഡയഗണൽ പിച്ച്. ഓക്കെ, ഇത് PD ആണ് ഡയഗണൽ പിച്ച്. അപ്പൊ ഇതിനെയാണ് ഡബിൾ റിവെറ്റഡ് 6 സാഗ് ലാപ്പ് ജോയിന്റ്. ഇനിയിപ്പോ ബട്ട് ജോയിന്റ് ആയി. ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ അല്ലെ, രണ്ടും കൂടെ എന്താണ് ചേർത്ത് വെച്ച് ചെയ്യുന്നതാണ്. രണ്ടും കൂടെ ചേർത്ത് സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്, അതായത് ഒരു മുകളിൽ അല്ലെങ്കിൽ താഴെ. ഇവിടെ നോക്കി, ഇവിടെ എനിക്ക് എന്താണ്, ഈ താഴെയുള്ള ഇതുമാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യാൻ. അപ്പൊ മുകളിൽ ഞാൻ ഒരൊറ്റ പീസ് എന്ത് വെച്ചു, സ്ട്രാപ്പ് വെച്ചു. ഇതിനെയാണ് എന്താ പറയുക, സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. സിംഗിൾ റിവെറ്റഡ് ആണ്, നമ്മൾ ആദ്യം കണ്ട പോലെ ഓരോന്നായിട്ടാണ് അടിച്ചു പോകുന്നത്. സിംഗിൾ റിവെറ്റഡ്, ദെൻ എന്താണ് ചെയ്യുന്നത്, സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. ഓക്കെ, ഇതെന്താണ്, ദിസ് ഈസ് സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. മുകളിലും താഴെ നമ്മൾ കവർ പ്ലേറ്റ് വയ്ക്കുന്നു അല്ലെങ്കിൽ സ്ട്രാപ്പ് വയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് പോകുന്നു. ഇതിനെ സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. ഇതെന്താണ്, ഇത് ഡബിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ചെയിൻ ബട്ട് ജോയിന്റ്. ഡബിൾ റിവെറ്റഡ്, ഒരു പ്ലേറ്റിന്റെ ഒന്നിൽ തന്നെ നമ്മൾ 2 എണ്ണം അടിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡബിൾ റിവെറ്റഡ്. ദെൻ ഡബിൾ സ്ട്രാപ്പ്. ഡബിൾ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ മുകളിലും നോക്കിയാൽ മുകളിലും താഴെ എന്തുണ്ട്, കവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഉണ്ട്, ചെയിൻ ആയിട്ട് അടിച്ചു പോകുന്നു. ഓക്കെ, ബട്ട് ജോയിന്റ്. ഇതിനെ തന്നെ നമുക്ക് എന്തും ആക്കാം, 6 സാഗിലും ആക്കാം. അപ്പം ഡബിൾ റിവെറ്റഡ് ആയി, ഡബിൾ സ്ട്രാപ്പ് 6 സാഗ് ബട്ട് ജോയിന്റ്. പല രീതിയിൽ നമുക്ക് എന്താണ് അതിന്റെ സ്ട്രെങ്ത് കൂടാനും ഉള്ള രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി ഈ റിവെറ്റ് നമുക്ക് 2 രീതിയിൽ അടിക്കാം. ഒന്ന് കോൾഡ് റിവെറ്റിംഗും ഉണ്ട്, ഹോട്ട് റിവെറ്റിംഗും ഉണ്ട്. കോൾഡ് റിവെറ്റിംഗ്, ഹോട്ട് റിവെറ്റിംഗ് എന്ന് പറയുമ്പോൾ കോൾഡ് റിവെറ്റിംഗ് എന്ന് പറയുമ്പോൾ റിവെറ്റ് കോൾഡ് ആണ്. അതായത് ഇപ്പം നമ്മളിപ്പം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്. സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്, അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റീലാണെങ്കിൽ നമ്മൾ നമ്മൾ സ്റ്റീൽ നമ്മൾ റിവെറ്റ് ചെയ്ത് നമ്മൾ ഇത് അടിക്കുന്നു. ഇനി ഹോട്ട് റിവെറ്റിംഗ് ഉണ്ട്, അതായത് ഇത് ചൂടാക്കും. അല്പം ഇത് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ റിവെറ്റ് അടിക്കുന്നതിന് നമ്മളത് ഹോട്ട് റിവെറ്റിംഗ് എന്ന് പറയുന്നത്. ഹോട്ട് റിവെറ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് അല്പം കൂടെ എന്താണ്, ലീക്കേജ് കുറവായിരിക്കും. കാരണം നമുക്കറിയാം വെൽഡിംഗ് പോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഈ റിവെറ്റ് എന്ന് പറയുന്നത്. ചെറിയ ഗ്യാപ്പുകൾ, വളരെ ചെറിയ എയർ ഗ്യാപ്പുകൾ കാണാം. അപ്പോൾ ആ ഗ്യാപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. അതായത് അവിടെ ഒരു അലവൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ അല്പം നമുക്ക് അറിയാം, ഇതൊന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ ഇപ്പൊ ചെറുതാക്കിയിട്ട് നമ്മളിപ്പോ എന്താണ് അടിച്ച് കയറ്റുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. ഇത് കൂളാകുമ്പോൾ എന്ത് സംഭവിക്കും, മെറ്റല് എക്സ്പാൻഡ് ചെയ്യും അല്ലെ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ഫില്ലാവും.
നമുക്കറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ അതാണ് ഹോട്ട് റിവെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് റിവെറ്റ് ഹോട്ട് ആക്കിയിട്ട് ചെയ്യും. അതായത് ഗ്യാപ്പ് ഗ്യാപ്പ് ഒന്ന് കൂടുതൽ അതിൻ്റെ എന്തെങ്കിലും ലീക്കേജോ ഗ്യാപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്, കോൾഡ് റിവെറ്റിങ്ങും ഹോട്ട് റിവെറ്റിംഗ് എന്നൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ബോയിലേഴ്സിലൊക്കെ ആണെങ്കിൽ ഹോട്ട് റിവെറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ എയറോപ്ലെയിൻ ഏവിയേഷനിലും അല്ലെങ്കിൽ ഷിപ്പ് ഇതൊക്കെ നമ്മൾ ഹോട്ട് റിവെറ്റിംഗ് ചെയ്യും. കാരണം ഗ്യാപ്പുകൾ മാക്സിമം കുറച്ച് ലീക്കേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റോറേജ് ടാങ്ക് ഒക്കെ റിവെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റോറേജ് ടാങ്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹോട്ട് റിവെറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം ലിക്വിഡ് എയർ ഇതുള്ള കാര്യങ്ങൾ ഇതിലൂടെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫെയിലിയേഴ്സ് ഓഫ് എ റിവെറ്റഡ് ജോയിന്റ്, 4 ടൈപ്പ് ഫെയിലിയേഴ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒരു ഫെയിലിയർ എന്ന് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് ആൻ എഡ്ജ്. കണ്ടോ, നമ്മൾ ഒരു ഇത് ഇപ്പൊ 2 ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. പി എന്ന് പറഞ്ഞ 2 ഫോഴ്സ് നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ ടെൻസൈൽസ് ആയിട്ട് വലിക്കുമ്പോൾ ടെൻസൈൽസ് ഫോഴ്സ് കൊടുക്കുമ്പോൾ 2 സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു, അത് പ്ലേറ്റിന്റെ എഡ്ജ് ടിയർ ആയിപ്പോയി അല്ലെ. അപ്പോൾ ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ കീപ്പിംഗ് ദി മാർജിൻ M is equal to 1.5D where D is the diameter of the rivet hole. ഞാൻ പറയുന്നത് മാർജിൻ 1.5Dയിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ടിയറിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. 1.5Dയിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ഈ ടിയറിങ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിട്ട് വേറൊരു ടൈപ്പ് ടിയറിങ് ആണ്, ടിയറിങ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് എ റോ ഓഫ് റിവെറ്റ്. അതായത് നമ്മൾ എഡ്ജ് അല്ല പോകുന്നത്, അതിന്റെ പ്ലേറ്റിന് റിവെറ്റിന്റെ ആ റോയിന് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കീറി പോകുന്നത് അല്ലെ. അവിടെ നിന്ന് ടിയർ ചെയ്ത് അങ്ങ് പോവുകയാണ്. അവിടെ ഫോഴ്സ് 2 സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ എഡ്ജ് അല്ല പോകുന്നത്, ആ റിവെറ്റിന്റെ ആ സൈഡിൽ നിന്ന് പ്ലേറ്റ് അങ്ങ് എന്ത് ചെയ്യുന്നു, ടിയർ ആയി പോകുന്നു അല്ലെ. ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് എ റോ ഓഫ് റിവെറ്റ്സ്. അപ്പം ഇത് ഒരു റെസിസ്റ്റൻസ്, അപ്പം ഇത് ഈ ഫോഴ്സിന് തിരിച്ചൊരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം അല്ലെ. ഇപ്പൊ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി പ്ലേറ്റ് അഗെയിൻസ്റ്റ് ടിയറിംഗ് ഈസ് നോൺ ആസ് ടിയറിംഗ് റെസിസ്റ്റൻസ് ഓർ ടിയറിംഗ് സ്ട്രെങ്ത് ഓർ ടിയറിംഗ് വാല്യൂ ഓഫ് ദി പ്ലേറ്റ്. ആ പ്ലേറ്റിന് ഒരു ടിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ് PT is equal to AT into sigma T, that is equal to P minus D T into sigma T. ആ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ, അപ്പൊ ഈ വാല്യൂ PT എന്ന് പറയുന്ന വാല്യൂ നമ്മള് ഈ കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും വലുതാണെങ്കിൽ ഇവിടെ ഈ ഫെയിലിയർ സംഭവിക്കില്ല. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ്. അപ്പൊ നേരത്തെ എഡ്ജിൽ നിന്ന് പോകുന്നു, ഇതെന്ന് വെച്ചാൽ ആ റിവെറ്റിന്റെ ആ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് പോകുന്നു. ഷിയറിംഗ് ഓഫ് ദി റിവെറ്റ്സ് അല്ലെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ പ്ലേറ്റ് അല്ല, ഇവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ് ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഷിയറിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ എന്ത് ഷിയറിംഗ് ആണ് നടക്കുന്നത്, ഇത് റിവെറ്റിന്റെ ഷിയറിംഗ് ആണ് നടക്കുന്നത് അല്ലെ. റിവെറ്റ് അങ്ങ് എന്ത് ചെയ്യുന്നു, ഷിയർ ആയി അങ്ങ് പോവുകയാണ് അല്ലെ. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ റിവെറ്റ് ടു ബി ഷിയർഡ് ഓഫ് ഈസ് നോൺ ആസ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എന്താണ്, ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെങ്ത് ഓർ ഷിയറിംഗ് വാല്യൂ ഓഫ് ദി റിവെറ്റ്. റിവെറ്റിനൊരു എന്ത് വേണം, റിവെറ്റിനൊരു ഷിയറിംഗ് വാല്യൂ വേണം. ആ ഷിയറിംഗ് വാല്യൂ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് N into pi/4 d². അപ്പൊ ഇവിടെ പ്ലേറ്റോ അല്ലെങ്കിൽ എഡ്ജോ ഒന്നും അല്ല ഷിയർ ചെയ്ത് പോകുന്നത്, ആ റിവെറ്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഷിയർ ചെയ്ത് പോകുന്നു. അതാണ് അടുത്ത ടൈപ്പ് ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്, ഷിയറിംഗ് ഓഫ് റിവെറ്റ്സ്. അവിടെ അപ്പൊ ഇവിടെ ഷിയറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നു, അതാണ് 2 ടെൻസൈൽ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 2 സൈഡിൽ നിന്നും ആ ഫോഴ്സ് വരുമ്പോൾ ഇവിടെ റിവെറ്റ് അങ്ങ് ഷിയർ ചെയ്ത് പോകുന്നു. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ ഈ ഒരു ഷിയറിംഗ് റെസിസ്റ്റൻസ്, ഈ വാല്യൂ PS എന്ന് പറയുന്ന വാല്യൂ ഇതിനേക്കാളും കൂടുതലാകുമ്പോൾ, P എന്ന് പറയുന്ന ഫോഴ്സിനേക്കാളും കൂടുതലാണ്. അതായത് അതിനെ ആ വാല്യൂ റിവെറ്റിന്റെ ആ വാല്യൂ ഇതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ചില സമയങ്ങളിൽ ഈ ഷിയറിംഗ് ഉണ്ടല്ലോ, അപ്പം റിവെറ്റ്സ് ഡു നോട്ട് ആക്ച്വലി ഷിയർ ഓഫ് അണ്ടർ ദി ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ ഈ സ്ട്രെസ് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ഇത് ഷിയർ ചെയ്ത് പോവില്ല, പകരം ഇത് അങ്ങ് ക്രഷ് ചെയ്ത് പോകും. ആ റിവെറ്റ് എന്ത് ചെയ്തു പോകും, ക്രഷ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ, അങ്ങനെ ക്രഷ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ റിവെറ്റ് ഹോള് സർക്കുലർ ഷേപ്പ് മാറി ഓവൽ ഷേപ്പിലേക്ക് മാറുന്നു. അങ്ങനെ ആ ജോയിന്റ് ലൂസ് ആവുന്നു. ഓക്കെ,
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രഷിംഗ് ഓഫ് പ്ലേറ്റ് ഓർ റിവെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലിയർ ഓഫ് റിവെറ്റ്സ് ഇൻ സച്ച് എ മാനർ ഈസ് ഓൾസോ നോൺ ആസ് ബെയറിംഗ് ഫെയിലിയർ എന്ന് പറയാം. ബെയറിംഗ് അതായത് ആ ജോയിന്റ് പോയി അല്ലെ, ജോയിന്റ് അങ്ങ് ലൂസായി പോയി, ആ ഹോള് മാറി അവിടെ ഒരു ഓവൽ ഷേപ്പ് വരും. ഓവൽ ഷേപ്പ് വരുമ്പോൾ നമുക്കറിയാം അതെന്തായാലും എന്താവുന്നു, ലൂസായി പോകുന്നു. അപ്പൊ ഇതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിന്റെ നമ്മൾ ഇക്വേഷൻ എന്താണ്, PC is equal to NDT tau c. ഇതിനെ ബെയറിംഗ് വാല്യൂ എന്ന് പറയും. ഇനി ഒരു രണ്ട് ടേം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടേമാണ്. ഒന്ന് കോൾക്കിങ്ങും ഒന്ന് ഫുള്ളറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾക്കിംഗ് എന്താണ്, ഫുള്ളറിംഗ് എന്താണെന്ന് നോക്കാം. അതായത് കോൾക്കിങ്ങും ഫുള്ളറിംഗും എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ റിവറ്റിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സാണ് കോൾക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കോൾക്കിംഗ് എന്ന് പറയുന്നത് ഒരു കോൾക്കിംഗ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ കോൾക്കിംഗ് ടൂൾ ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൾക്കിംഗ് ടൂൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൂളാണ്. അപ്പോൾ ഇത് നമ്മളെ ജോയിൻസിനെ അല്പം കൂടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലീക്ക് പ്രൂഫ് ആക്കാനും ഫ്ലൂയിഡ് ടൈറ്റ് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോൾക്കിംഗ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള നാരോ ബ്ലെൻഡ് ടൂൾ ആയിട്ടുള്ള കോൾക്കിംഗ് ടൂള് വെച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ അടിക്കുന്നു. എവിടെയൊക്കെ അടിക്കുന്നു, ഈ എയിൽ ഇവിടെ അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബിയിൽ അടിക്കുന്നുണ്ട്. അപ്പൊ ഹാമർ വെച്ച് തന്നെ നമ്മൾ അടിക്കുന്നു അല്ലെ, അത് വെച്ചിട്ട് നമ്മൾ അതിനെ അടിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അല്പം കൂടെ ഈ റിവെറ്റ് ഒന്ന് എന്താവും, ടൈറ്റ് ആവും. അതൊന്ന് ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടി ടൈറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ വെച്ച് ഇതിന്റെ ടോപ്പിൽ അതുപോലെ തന്നെ ഇവിടെയും അടിക്കാം. അതായത് ഹെഡിന്റെ എഡ്ജ് സൈഡിലായിരിക്കും. അപ്പൊ നോക്കിയാൽ ആ ഒരു ഷേപ്പ് മാറി ഒന്ന് കണ്ടോ, അങ്ങോട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് കംപ്രസ് ആയി ആ രണ്ട് മെറ്റൽ ആ ഷീറ്റിലേക്ക് അങ്ങ് കൂടുതൽ കംപ്രസ് ആയി അതങ്ങ് ക്ലോസ്ഡ് ആയി പോലെ ഇരിക്കുന്നു അല്ലെ. ഇതിനേക്കാളും അല്പം കൂടെ കോമ്പാക്ട് ചെയ്ത് അതിനെ അങ്ങോട്ട് ഷേപ്പിലേക്ക് മാറ്റുന്നു. അപ്പൊ അതോടെ എന്തായി, അവിടെ ഒരു ലീക്ക് പ്രൂഫ് ആയിട്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, കോൾക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോൾഡ് റിവെറ്റ് ആണ്, അതാണ് ആ ഷേപ്പ്. കാരണം ആ മെറ്റൽ ആ ഒരു ടൂൾ വെച്ച് ഇതങ്ങ് അതിനെ കൂടുതൽ അതിന് കോമ്പാക്ട് ചെയ്തു, ഹാമർ ചെയ്ത് കോമ്പാക്ട് ചെയ്തു. അപ്പൊ അത് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ രണ്ട് മെറ്റലിന്റെ ആ രണ്ട് എഡ്ജിലും അല്ലെ, ആ രണ്ട് എഡ്ജിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിവറ്റിലും ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത് കോൾക്കിംഗ് എന്ന് പറയുന്നത്. ഫുള്ളറിംഗ് ഇത് തന്നെയാണ്. ഫുള്ളറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളറിംഗ് ടൂളാണ്. ഇതെന്ന് പറയുന്നത് ജോയിൻസിനെ വീണ്ടും നമ്മൾ ഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റോഞ്ച് എന്ന് വെച്ചാൽ ഫേം ആക്കുക. ഇറ്റ്സ് എ മോർ satisfactory way of making the joint staunch is known as fullering, which has largely replaced caulking. ഇവിടെ എന്താ, ഫുള്ളറിംഗ് ടൂൾ മറ്റേനേക്കാൾ അല്പം കൂടെ വൈഡ് ആണ്. ഇവിടെ അതിന്റെ തിക്നെസ് ഉണ്ടല്ലോ, ഈ തിക്നെസ്, ഈ ഫുള്ളറിംഗ് ടൂളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ തിക്നെസിന്റെ അത്രയായിരിക്കും. ഓക്കെ, with a thickness at the end equal to that of the plate is used in such a way that the greatest pressure due to the blows occur near the joint, giving a clean finish with less risk of damaging the plate. അതായത് പ്ലേറ്റിനെ ഡാമേജ് ചെയ്യാതെ ആ പ്ലേറ്റിന്റെ തിക്നെസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുള്ളറിംഗ് ടൂള് അല്ലെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അടിക്കുമ്പോൾ അത് അല്പം കൂടെ ഇതെന്താ ജോയിന്റ് ഫേം ആവും. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, കോൾക്കിങ്ങും ഫുള്ളറിംഗ് എന്ന് പറയുന്ന ടേം.